Ummy's Tasty Hut. അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് ചെറുപഴം കൊണ്ടുള്ള നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ സാധാരണ നമുക്ക് ഉണ്ടാവാറുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നല്ല അടിപൊളി ജ്യൂസ് ചെറുപഴം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത് കുടിക്കാൻ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാനിവിടെ 4 ചെറുപഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് ജ്യൂസിൻ്റെ അളവാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ടാങ്ക് പൊടിയാണ്. ടാങ്ക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ടാങ്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാംഗോ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ടാങ്ക് പൊടിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമല്ല. അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവറാണ് ഈ ജ്യൂസ് കുടിക്കാൻ. പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മുമ്പേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്, നോമ്പിന് മുമ്പേ. അതാണ് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് അടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നോമ്പിന് സാധാരണ ഞാൻ ഐസ് ക്യൂബ്സൊന്നും ഇട്ട് ജ്യൂസ് അടിക്കാറില്ല. നോമ്പിന് കഴിക്കുന്നത് അത്ര നല്ലതല്ല, തണുപ്പ് ജ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം. ഐസ് ക്യൂബ്സ് ഇട്ട് വേണമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെറുപഴം ജ്യൂസ് ഉണ്ടാക്കിയാൽ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസ് കുതിർത്തതൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നല്ല ടേസ്റ്റി ആയിരിക്കും അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ അഥവാ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ഇതുപോലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ഒരു ബെല്ലൈക്കൺ കൂടി വരും. അപ്പോൾ ബെല്ലൈക്കൺ വന്നാൽ ഇതുപോലെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. Thank you.